നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്ക ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടും എന്നുള്ളതായിരുന്നു. അതിനിതാ ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു ഉത്തരം നൽകിയിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ ഒരു തരത്തിലും അമേരിക്ക ഇടപെടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. പാകിസ്ഥാൻ ഒരു സഹായമൊക്കെ ചോദിച്ചിരുന്നു, ട്രംപിനോട് അമേരിക്കയോട് ചോദിച്ചിരുന്നു. പക്ഷെ അതിനൊരു സമ്മതം നൽകിയില്ല എന്ന് മാത്രമല്ല, ഇതാണ് തീരുമാനമെന്ന് തുറന്നു പറയുകയുമാണ്. ഇത് പാകിസ്ഥാന്റെ ഒരു തിരിച്ചടി കൂടിയല്ലേ, അമേരിക്ക ഈ വിഷയങ്ങളിൽ ഒന്നും ഇടപെടില്ല എന്നുള്ളത്? അല്ല അതിപ്പോ അത് അങ്ങനെ ഇപ്പൊ ഔദ്യോഗികമായിട്ട് അദ്ദേഹം ഇന്ന് കൊടുത്തേക്കുന്ന പത്രസമ്മേളനം, കുറച്ചു മുമ്പ് കൊടുത്തേക്കുന്ന പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇടപെടുന്നില്ല. 1000-ഓളം വർഷം പഴക്കമുള്ള ഒരു പ്രശ്നമാണ് കാശ്മീർ വിഷയം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് അനൗദ്യോഗികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഈ വിഷയം മൂർച്ഛിച്ചു, ഇന്ത്യ തീരുമാനമെടുത്തു, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് തുടങ്ങിയ സമയത്തിന് ശേഷം ഇന്ത്യയുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പോക്ക്, ഇന്ത്യയുടെ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഗൗരവം കണ്ടപ്പോൾ ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് കണ്ടത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിന് തയ്യാറായി നിൽക്കുന്നവരെയും തീർക്കും, ഏത് ലോകത്ത് പോയിരുന്നാലും കൂടെ പിന്തുടർന്ന് തീർക്കും, ആ മണ്ണും ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം അത് വളരെ വൈകാരികമായിട്ട് പറഞ്ഞ ഒരു പ്രസംഗമാണ്, ബീഹാറിലെ പ്രസംഗം. അപ്പം അതിനകത്ത് അത് ഇന്ത്യയുടെ കരുത്തനുസരിച്ച് പാകിസ്ഥാൻ അറിയാം അതൊക്കെ സംഭവിക്കും. കാരണം പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യയോട് യുദ്ധം ചെയ്ത് അറിയാമല്ലോ, ജയിച്ചിട്ടില്ല പാകിസ്ഥാൻ. അപ്പം അങ്ങനെ ജയിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ എത്ര ദിവസം യുദ്ധം ചെയ്യാൻ പറ്റും മറ്റാരുടെയും സഹായമില്ലാതെ എന്നുള്ളതിനെ പറ്റിയൊക്കെ പാകിസ്ഥാൻ അറിയാം. കാരണം പാകിസ്ഥാൻ അകത്ത് നിന്ന് തന്നെ പോലും പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അതിന് സാധ്യമാകുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യം, ഈ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണമാണ്, അതിന് ഇത്രയും വലിപ്പം കൊടുക്കുമെന്നും അല്ലെങ്കിൽ ഇത്രയും ഗൗരവത്തിൽ അത് ഇന്ത്യ ഏറ്റെടുക്കുമെന്നും ഒരുപക്ഷെ പാകിസ്ഥാൻ കരുതി കാണുന്നു. ഇന്നത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് വീണ്ടും ഇവിടെ ഭീകരാക്രമണം നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് യുദ്ധം തുടങ്ങിയാൽ പാകിസ്ഥാൻ അറിയാം, യുദ്ധം തുടങ്ങിയാൽ ഏറ്റവും ആദ്യം ആലോചിക്കുന്നു, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും ആദ്യം ഇടപെടാൻ സാധ്യതയുള്ളൂ, ഇന്ത്യക്ക് ഏറ്റവും ഇടപെടാൻ സാധ്യതയുള്ള രാജ്യം, ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യവുമായിട്ടുള്ള അമേരിക്കയാണ്. എവിടെ യുദ്ധം നടക്കുന്നതിനകത്തും അതിനകത്ത് യുദ്ധം വേണോ വേണ്ടോ, ആരുടെ ഭാഗമായിട്ട് നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അഭിപ്രായമുള്ളതുമായിട്ടുള്ള രാജ്യമാണല്ലോ അമേരിക്ക. അപ്പൊ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരുപക്ഷെ ബൈഡൻ ആയിരുന്നെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നു. ഇപ്പോഴത്തെ ട്രംപ് എന്ന് പറയുന്ന ആൾ യാതൊരു കാരണവശാലും പാകിസ്ഥാൻ അനുകൂലമായിട്ട് അദ്ദേഹത്തിന്റെ ഭരണം അദ്ദേഹം നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിന്നിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ ബാൻ ഏർപ്പെടുത്തിയിട്ടുള്ളൂ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ് ടെററിസത്തിന്റെ ഫാക്ടറി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ലോകത്തുടനീളം ഇത് കയറ്റി അയക്കുന്നതൊക്കെ എന്ന് ബൈഡൻ പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങുമെന്നറിയാം. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ യുദ്ധം തുടങ്ങണ്ട എന്നുള്ള കാര്യത്തിനകത്ത് ഇടനില നിൽക്കാൻ പ്രാപ്തിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രാപ്തനായിട്ടുള്ള ഇന്ത്യ ഒരുപക്ഷെ ഇവരുടെ തമ്മിലുള്ള സൗഹൃദം വെച്ചിട്ട്, അമേരിക്ക പറഞ്ഞാൽ കേൾക്കണമെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രധാനമന്ത്രി എന്നല്ല, ഇന്ത്യയുടെ തീരുമാനം തന്നെയായിരിക്കും അത്. അപ്പം ആ സൗഹൃദം വെച്ചിട്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ അഭിനന്ദ വർത്തമാനെ തിരിച്ചു കൊടുക്കാതിരുന്ന സമയത്ത്, ഇന്ത്യ രാത്രിയിൽ കറാച്ചി കത്തിക്കുമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഏറ്റവും അവസാനം എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വിളിച്ചാണ് അന്ന് ഈ പറഞ്ഞതുപോലെ അറ്റാക്ക് ഒഴിവാക്കിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുക അനൗദ്യോഗികമായിട്ട്. അപ്പൊ അന്ന് പറഞ്ഞത് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ അവരാവശ്യപ്പെടുന്ന അർത്ഥം തിരിച്ചു കൊടുക്കുക. അപ്പം തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്കത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഉറപ്പ് വരാമെങ്കിൽ ഞാൻ അതിനകത്ത് ഇടപെടാമെന്ന് പറഞ്ഞപ്പോൾ അത് അത്തരത്തിൽ ഇടപെട്ടാണെന്ന് അതിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പൊ ഇതിനകത്തും ഈ പറയുന്നത് പോലെ തയ്യാറെടുപ്പുകളെല്ലാം നടത്തി കഴിഞ്ഞു. ആ തയ്യാറെടുപ്പുകളുടെ കൂടെ ലോകരാജ്യങ്ങളെല്ലാം നിൽക്കുന്നു. അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക സഹായിച്ചാൽ എത്രത്തോളം ആകും എന്നുള്ള കാര്യം പാകിസ്ഥാൻ അറിയാം. അതുപോലെ തന്നെ ഇസ്രയേൽ നമ്മളുടെ കൂടെ. ഇസ്രയേലിനാണെങ്കിൽ യാതൊരു കാരണവശാലും പാകിസ്ഥാന്റെ കാര്യങ്ങളോട് യോജിപ്പില്ല. കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ് ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം നടന്ന സമയത്ത് പല രാജ്യങ്ങൾക്കകത്തും ഇസ്രയേലിനോട് മാനസികമായിട്ട് എതിർപ്പുണ്ടെങ്കിലും പരസ്യമായിട്ട് പ്രകടനവും
അല്ലെങ്കിൽ അത്തരങ്ങൾ സമ്മേളനങ്ങളും പൊതുസമ്മേളനങ്ങളും ഒക്കെ നടത്തി രാജ്യത്ത് ഇസ്രായേലിനെതിരെ പ്രതിഷേധം നടത്തിയ രാജ്യമാണ് ഈ പറയുന്ന പാകിസ്ഥാനെ അടിക്കാൻ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഇസ്രായേൽ വെറുതെ വിടുന്ന ഒരു അവസ്ഥയില്ല. അതുപോലെ ഹമാസ് എന്ന് പറയുന്ന അവരുടെ ഈ ഹമാസുകാരെ ഈ പാകിസ്ഥാനിലാണല്ലോ ഇന്നാളി വന്ന് കുതിരപ്പുറത്തേറ്റിയതും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്വീകരണം കൊടുക്കുന്നതും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവർ താമസിക്കുമ്പോഴും അതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ ഇപ്പൊ പാകിസ്ഥാനാണുള്ളത്. അപ്പൊ ആ രീതിയിൽ പാകിസ്ഥാനോട് വളരെ അതിർത്തി ഉണ്ട് ഈ പറയുന്ന ഇസ്രായേൽ ഉൾപ്പെടെ. ഇറാൻ ഏത് അവസരം കിട്ടിയാലും പാകിസ്ഥാൻ അടിക്കാൻ നിൽക്കുക, അഫ്ഗാനിസ്ഥാൻ നിൽക്കുകയാണ്. അപ്പം എല്ലാ രീതിയിലും പാകിസ്ഥാന് ഒരുപക്ഷെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി ഇറാൻ നിൽക്കും, ഇസ്രായേൽ നിൽക്കും, അഫ്ഗാനിസ്ഥാൻ നിൽക്കും. ഈ പറയുന്ന ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ എന്ന് പറയുന്നവർ അകത്തുനിന്ന് യുദ്ധം ഉണ്ടാക്കും. അതുപോലെ ഖൈബർ പത്തുങ്ക മേഖലയിൽ അഫ്ഗാനിസ്ഥാനികൾ ഇതിനകത്തുള്ളവർ അവിടെ വിഷയമുണ്ടാക്കും. അതുപോലെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിൽ പാകിസ്ഥാന് എതിരെ നിൽക്കുന്ന ആ പ്രദേശം സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരുണ്ട്, അവർ നിൽക്കും. ഇപ്പൊ എല്ലാ രീതിയിലും പ്രശ്നങ്ങളാണ്. ഒരു രീതിയിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം പാകിസ്ഥാൻ അറിയാം. പിന്നെ പാകിസ്ഥാൻ ഈ രീതിയിൽ നിൽക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ നിൽക്കുന്നത് മറിച്ചൊരു കാര്യം ചോദിച്ചാൽ അതിന്റെ പുറകിൽ ചൈന കാണും. ചൈനയ്ക്ക് ഇന്ത്യ ഡീസ്റ്റബിലൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്, ഇക്കണോമിക് ഗ്രോത്തിനകത്ത് കുറവ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യാമെങ്കിൽ വല്ലതും ഭക്ഷണം കഴിക്കാനുള്ള മാർഗം തരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതാണോ എന്ന് അറിയത്തില്ല. കാരണം ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ കൂട്ടൊന്നുള്ള വരാനും സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ കൂട്ടൊന്നും തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ. പാകിസ്ഥാനകത്ത് പട്ടാളം തീരുമാനമെടുക്കും. ആ പട്ടാളത്തിന്റെ തീരുമാനം ഒരുപക്ഷെ ഭരണാധികാരികളോ അല്ലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിയണമെന്ന് പോലും. കാർഗിൽ യുദ്ധസമയത്ത് നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ട്. കാർഗിലിനകത്ത് എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിട്ട് അവിടെ ആ ടെന്റ് അടിച്ച് മാസങ്ങൾ കഴിഞ്ഞ് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പങ്ങാണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ. അപ്പം അത്രയ്ക്ക് ആ രാജ്യത്തിന്റെ അകത്ത് അത്രയ്ക്കാണ് ആ രാജ്യം ഛിന്ന ഭിന്നമായിട്ടും അടുക്കും ചിട്ടം ഇല്ലാതായിട്ടും കിടക്കുന്നത്. കാരണം ഒരു പട്ടാളത്തിന്റെ കെയർ ഓഫിൽ ഒരു കാര്യം, അല്ലെ രാഷ്ട്രീയ പാർട്ടികളുടെ കെയർ ഓഫിൽ ഒരു കാര്യം, തീവ്രവാദികളുടെ തലവന്മാരുടെ കെയർ ഓഫിൽ ഒരു രാജ്യം, അല്ലെങ്കിൽ ഈ പല പ്രദേശങ്ങളും പലരുടെ കയ്യിലിരിക്കുന്ന കാര്യം, അവിടുത്തെ കാര്യം തീരുമാനിക്കുന്ന കാര്യം. അപ്പം ഇതേ രീതിയിൽ ആ രാജ്യത്ത് പ്രശ്നങ്ങൾ നടക്കുകയാണ്. എന്തായാലും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, അതായത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ട്രംപുമായിട്ട് അനൗദ്യോഗികമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവാക്കി തരണം, അവർ തെറ്റിദ്ധാരണ മൂലമാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളാണെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല, അത് അവിടെ ഭീകരവാദികൾ തന്നെയാണ്, അവർ കടന്നു കയറി ചെയ്തതാണ്, പാകിസ്ഥാൻ ചെയ്യിച്ചതല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനകത്ത് ട്രംപ് വളരെ വിദഗ്ധമായിട്ട് ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല, അത് തീരുമാനം സ്വതന്ത്രമായിട്ട് ഇന്ത്യ തീരുമാനിക്കുന്നതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതായത് ആരും സഹായിക്കാൻ ഇല്ലാത്ത ഒരവസ്ഥ നമ്മൾ ഈ പുറമേ കാണുമ്പോൾ കാണിച്ചു തരാൻ. ഇപ്പൊ ബെനസീർ ഭൂട്ടിയുടെ മോഹൻ പറഞ്ഞ് എല്ലാവരുടെയും വെള്ളം നിർത്തിയാൽ എല്ലാവരുടെയും കഴുത്തറത്ത് ചോരയങ്ങൾ ഒഴുക്കുമെന്ന്. അപ്പം അതേ രീതിയിലൊക്കെ പറയുമ്പോഴും വീരവാദം മുഴക്കുമ്പോഴും വരാൻ സംഭവിക്കുന്നതും ഇന്ത്യയോട് മുട്ടിയാൽ സംഭവിക്കാൻ പോകുന്നതും ഇതിനു മുമ്പുള്ള യുദ്ധത്തിന്റെ ഓർമ്മകളുള്ള പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ കരുത്ത് എത്രത്തോളം അതിന്റെ എത്രയോ ഇരട്ടി വലിപ്പത്തിലുണ്ട്, അല്ലെങ്കിൽ ലോകം മൊത്തം ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇവിടേക്ക് ഭീകരെ കയറ്റിവിട്ട, മോദി പറഞ്ഞതുപോലെ കയറ്റിവിട്ടവനെയും ആ മണ്ണും ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് കരഞ്ഞു കൂവി ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് ചെന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും അങ്ങനെ കരഞ്ഞുകൂവി അമേരിക്കയുടെ അടുത്ത് ചെന്നപ്പോഴും അവിടെ നിന്നൊരു അവർ ആഗ്രഹിക്കുന്ന ഒരു ഫലമല്ല ലഭിച്ചത് എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ 1500 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു വിഷയമാണത്. അതിൽ ഒരു വിധത്തിലും ഇടപെടില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.